ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഇന്ന് സ്വന്തം രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധപ്രഖ്യാപന അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിലാണ് US പാർലമെന്റ് അഥവാ കോൺഗ്രസ്. ഒരു പരമാധികാര രാജ്യത്തെയും അവിടുത്തെ ഭരണകൂടത്തെയും തകർക്കാൻ പ്രസിഡന്റ് നടത്തുന്ന ഏകപക്ഷീയമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന വിമർശനം ആഗോളതലത്തിൽ ഉയരുന്നു. സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾ പോലും ട്രംപിന്റെ യുദ്ധക്കൊതിയെ ഭയപ്പെടുന്നു എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് ഒരു യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ പാർലമെന്റിന്റെയും ഇരു സഭകളുടെയും അനുമതി അനിവാര്യമാണ്. എന്നാൽ വെനസ്വേലയിൽ നിയമവിരുദ്ധമായി കടന്നുകയറി അവിടുത്തെ പ്രസിഡന്റിനെയും കുടുംബത്തെയും തടവിലാക്കിയ ട്രംപ് ഇത്തരം യാതൊരുവിധ ജനാധിപത്യ മര്യാദകളും പാലിച്ചിട്ടില്ല. സ്വന്തം വൈസ് പ്രസിഡന്റിനോടോ മന്ത്രിസഭയോടോ ആലോചിക്കാതെയാണ് ട്രംപ് സൈനിക നീക്കങ്ങൾ നടത്തുന്നത്. ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ എന്റെ ധാർമ്മിക മൂല്യവും അധികാരവും ഞാൻ തന്നെ തീരുമാനിക്കുമെന്ന ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇത് അന്താരാഷ്ട്ര സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വെനസ്വേലയ്ക്ക് പുറമെ ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ നീക്കം കേട്ടുകേൾവിയില്ലാത്തതാണ്. അവിടെയുള്ള പൗരന്മാർക്ക് അമേരിക്കൻ ഭരണകൂടം ലക്ഷക്കണക്കിന് ഡോളർ കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്നു എന്നത് ഒരു വൻ ശക്തി രാഷ്ട്രത്തിന് ചേർന്നതല്ല. ലോകത്തിന്റെ ഏത് കോണിലും കടന്നു കയറി അധിനിവേശം നടത്താമെന്ന അമേരിക്കൻ സാമ്രാജ്യത്വ ബുദ്ധി സമാധാനപരമായ അന്താരാഷ്ട്ര സഹവർത്തിത്വത്തിന് തകർക്കുന്നു. സെനറ്റിലെ 5 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ പോലും ട്രംപിന്റെ യുദ്ധാധികാരങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ സൈനിക നടപടികൾ ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിലേക്കാണ് നയിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ട്രംപ് നടത്തുന്ന ഈ കരുനീക്കങ്ങൾ തടയേണ്ടത് ലോക സമാധാനത്തിന് അനിവാര്യമാണ്. പാർലമെന്റ് പാസാക്കുന്ന ബില്ലുകൾ പോലും വീറ്റോ അധികാരം ഉപയോഗിച്ച് തള്ളിക്കളയണമെന്ന ട്രംപിന്റെ നിലപാട് ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണ്. ഇന്ത്യയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ കടന്നുകയറ്റത്തെ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. യുദ്ധക്കൊതി മൂത്ത ഒരു ഭരണാധികാരി ലോകത്തെ വിനാശത്തിലേക്ക് നയിക്കാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്.